യുദ്ധഭീഷണി കാരണം വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആര് ജയിച്ചാലും ഈ പ്രശ്നം തുടരും, ആര് തോറ്റാലും ആര് ജയിച്ചാലും ഈ പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കും കുറച്ച കാലം. കാരണം അങ്ങനെയാണ്. എന്ത് മുൻകരുതൽ നമ്മൾ എടുക്കണം? പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിനാണ് ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നത്. എന്തെല്ലാം മുൻകരുതൽ എടുക്കണം എന്നുള്ളതിന്റെ ഒരു ചർച്ചയാണ് ഇവിടെ. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിൽ കൂട്ടിച്ചേർക്കണം. താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കൊറോണ കാലത്ത് പറഞ്ഞു തന്നെ ആവർത്തിക്കാനുള്ളത്, നമ്മുടെ മാനത്തിന് വേണ്ടിയിട്ട്, മര്യാദക്കും മാനത്തിനും പെരുമക്കും പേരിനും കീർത്തിക്കും വേണ്ടി നമ്മൾ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. അതൊന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ കേരള പ്രവാസികൾക്ക്, മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ജീവിച്ചു പോകാൻ പറ്റും. ഭക്ഷണത്തിനും നമ്മുടെ ഉടുപ്പിനും യാത്രക്കും വേണ്ടി മാത്രമല്ല നമ്മുടെ ഒരുപാട് സമ്പത്ത് ചെലവാക്കുന്നത് മാനത്തിനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പള്ള കാണൽ, പേറ്റ് നോക്ക്, മുടി കളച്ചില്, എന്തൊക്കെ പറയാ, വിരുന്ന്, സൽക്കാരം, ആണ്ട്, നേർച്ച എന്നീ ഒരുപാട് ആഡംബര ചെലവുകൾ നമുക്കുണ്ട്. അനാവശ്യ ചെലവുകളൊന്ന് നിയന്ത്രിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കുണ്ടാകുള്ളൂ. ഇത് കഴിഞ്ഞ കൊറോണയ്ക്ക് മനസ്സിലാക്കിയതാണ്. ഇനിയുണ്ട് പള്ള കാണാൻ പോവുക, വയറ് കാണാൻ പോവുക, പേറ്റിന് കൊണ്ടുപോവുക, എന്തെല്ലാം മാമൂലുകളാണ്. മുടി കളച്ചിലിന് കന്നിന് വലിയ പോത്തിന് ഇറക്കുക, വലുത് വേണം, കട മേടിച്ചിട്ട് ഇറക്കുക, കുട്ടിക്ക് ആഭരണം കെട്ടുക, പണ്ടം കെട്ടുക, ഡ്രസ്സ് ആണ്ട് കൊണ്ടുപോവുക, ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഒരു അലുവക്കട്ട അങ്ങോട്ട് കൊണ്ടുപോവുക, ഒരു മുട്ടക്കെട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഒരു ഓർലിക്സിന്റെ കുപ്പി അങ്ങോട്ട് കൊണ്ടുപോവുക, ഒരു എനിക്ക് പറയാൻ വയ്യ, ഒരുപാട് മാമൂല് കെട്ടുകളാണ് നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ കേരളത്തിലുള്ള മറ്റുള്ളവരെ കെട്ടും ആചാരമൊക്കെ അറിയാത്തത് കൊണ്ടാണ്. അവരും ഇത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഇനിയുണ്ടാവും ഒരുപാട് മാമൂലുകൾ. എന്താണ് നമുക്ക് ഒഴിവാക്കേണ്ടതുള്ളത്? അതിൽ ചിലത് മാത്രം ഞാൻ പറഞ്ഞതാണ്. കല്യാണത്തിന് പെണ്ണ് കാണൽ ചടങ്ങ് ആഡംബരാണ്. ഇപ്പോ 1 ലക്ഷത്തിന്റെ മിഠായി ഒക്കെയാണല്ലോ ഇപ്പൊ പെൺവീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. എന്നാൽ ആ മിഠായി എങ്ങാനും ചാതില്ല, പിന്നെ എന്താ പറയുക, രുചിയില്ലെങ്കിൽ കല്യാണം നടക്കില്ല, ആ വീട് ശരിയല്ല, അതിന്റെ കെട്ട് ഭാണ്ഡം കുറഞ്ഞാലോ ബന്ധം ശരിയല്ല. എന്തൊക്കെ ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഇതൊന്ന് കുറച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. ഒരുപാട് ഓർലിക്സ് വലിയ കാര്യമല്ലേ? പ്രസവിക്കാൻ പോണ ഒരു പെണ്ണിന് കുറെ ഓർലിക്സുകൾ, കുറെ മുട്ട, കുറെ പഴം, എന്തൊക്കെയാ കൊണ്ടു കൊടുക്കണത്? ഇങ്ങനെ ഒരുപാട് ആഡംബര അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ഇനി എന്തെല്ലാം നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഇടുക. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും പ്രശ്നം തുടരും, ആര് തോറ്റാലും പ്രശ്നം തുടരും. അപ്പൊ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതിൽ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നുകൾ എഴുതുക. ഇതൊരു ചർച്ചാ വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള പരിഹാര മാർഗങ്ങളും ഒന്ന് കമന്റ് ബോക്സിലിട്ട്. ഇനി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യരുത്, എന്ന് ചെയ്യണം എന്നുള്ളത്. ഏതായാലും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിപ്പിക്കുന്ന പ്രതീക്ഷയോടെ ഹംസ 5 മുക്കിൽ 2